നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ പഠിച്ചിറങ്ങുമായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളിൽ അത്തരം കുഞ്ഞുങ്ങളെ അയക്കാനുള്ള സാഹചര്യമുണ്ടോ? നമ്മളൊന്ന് വിലയിരുത്തണ്ടേ? ഏതെങ്കിലും ഉണ്ടോ? സ്വകാര്യ മാനേജ്മെൻറ്റുകൾ ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുക്കാതെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഇന്ന് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇതാണോ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാലയളവിൽ ചെയ്യാനുള്ളത്? അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല നമ്മൾ കമ്പ്യൂട്ടർ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു, ലാപ്ടോപ്പ് കൊടുത്തു, അതുകൊണ്ട് അടിസ്ഥാന വികസന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരവാദി കേവലം ഇടതുപക്ഷം മാത്രമല്ല, രണ്ട് മുന്നണികൾക്കും കാലങ്ങളായി അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയുമാണോ താറുമാറാക്കിയിരിക്കുന്നത്? സമസ്ത മേഖലകളെയും ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ഇവരുടെ എല്ലാം തന്നെ ഒരു തോന്നിവാസ കേന്ദ്രങ്ങളായി മാറിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ സംസ്കൃത കോളേജ്, മറ്റു കോളേജുകളിൽ നടക്കുന്നത് എന്താ? ഇവിടെ എത്രയോ നാളുകളായി ഒരു ശീതസമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഗവർണർ ഇടപെടാൻ പാടില്ല. വിദ്യാഭ്യാസ മേഖല, യൂണിവേഴ്സിറ്റികൾ മുഴുവൻ തന്നെ ഇത്തരത്തിൽ CPM-ന്റെ സന്തത സഹചാരികളെല്ലാം കയറിയിറങ്ങി ആ രീതിയിൽ അവർ കൈയടക്കി വച്ചിരിക്കുകയല്ലേ? എത്ര നാളായിട്ട് നടക്കുന്നതാണ്? അവിടെ ഒരു ശിവരഞ്ജിത്തും മാത്രമല്ല, പിൻവാതിൽ നിയമനങ്ങൾ ഈ കാലയളവിൽ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും പാർട്ടിക്കാർക്കും മാത്രം തീരെഴുതിയ ഒരു കാലയളവാണ് നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നഗരസഭയിലെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ 48 ദിവസം സമരം നടത്തി. എന്താണ്? പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി കത്തെഴുതിയിരിക്കുന്നു. ആർക്കാ കത്തെഴുതിയിരിക്കുന്നത്? അവിടെ നിന്ന് ഒരു സഖാവ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കത്തെഴുതിയിരിക്കുന്നു, ആനുകൂല്യങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയക്കാൻ. ഇവിടെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ, ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസരം ഈ കേരളത്തിൽ സംജാതമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഈ രണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളാണ് എന്ന് അസന്നിഗ്ധമായി പറയുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം കേരളത്തിലും പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊഴിലവസരങ്ങൾ പറയുമ്പോൾ ഒട്ടനവധി സ്റ്റാർട്ടപ്പുകൾ ഈ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഇതാ 2024 കമ്മീഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒട്ടനവധി തൊഴിലവസരങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. അന്ധമായ രാഷ്ട്രീയ വിരോധം വച്ചിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള വേദിയാക്കി മാറ്റാതെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കൾ നാളെ സുഖമായി, അവർക്ക് അന്തസ്സായി അവർ ജീവിക്കാൻ, അവർക്ക് അവസരം ഉണ്ടാക്കാനുള്ള അവസരത്തിന് വേണ്ടി തയ്യാറാകണം.